ഹലോ കുട്ടികളെ, ഇന്ന് അമ്പാടിക്കണ്ണൻ്റെ ഒരു കഥയായാലോ? 7 വയസ്സ് മാത്രം പ്രായമുള്ള സമയത്തെ അമ്പാടിക്കണ്ണൻ ഗോവർദ്ധന പർവ്വതത്തെ ഒറ്റ കൈകൊണ്ട് ഒരു കുട പോലെ പിടിച്ചുയർത്തിയ കഥ ഇന്ന് കഥമുത്തശ്ശി പറഞ്ഞുതരാം. ഉണ്ണിക്കണ്ണനും ബലരാമനും കൂടി ഗോകുലത്തിൽ താമസിക്കുന്ന സമയത്ത് ഗോപന്മാരെല്ലാവരും കൂടി ഇന്ദ്രനൊരു പൂജ ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. അവരുടെ തിരക്ക് പിടിച്ച ഒരുക്കങ്ങളൊക്കെ കണ്ട ഉണ്ണിക്കണ്ണനെ എല്ലാം അറിയെങ്കിലും ഒന്നും അറിയാത്ത പോലെ നന്ദഗോപരുടെയും മറ്റ് പ്രായമായിട്ടുള്ള ആളുകളുടെയും എല്ലാം അടുത്ത് ചെന്നിട്ട് എന്ത് പൂജ ചെയ്യാനുള്ള തിരക്കിലാണ് നിങ്ങളൊക്കെ എന്ന് ചോദിച്ചു. അപ്പം നന്ദഗോപരെ ഉണ്ണിക്കണ്ണനോട് ഇന്ദ്രനൊരു പൂജ നടത്താൻ പോകുവാനുള്ള തയ്യാറെടുപ്പുകളാണ് കാണുന്നതെല്ലാം എന്ന് പറഞ്ഞു കൊടുത്തു. ഗോകുലത്തിലെ ഗോപന്മാരെല്ലാവരും പശുക്കളെ വളർത്തിയാണ് ജീവിച്ചിരുന്നത്. പശുക്കൾക്ക് കഴിക്കണമെങ്കിൽ ധാരാളം പുല്ല് വേണമല്ലേ? അപ്പം നല്ല മഴ പെയ്താൽ മാത്രമേ ധാരാളം പുല്ലുണ്ടാവുള്ളൂ. ദേവരാജാവായ ഇന്ദ്രനാണ് മഴയുടെ ദേവൻ എന്നാണ് കണക്കാക്കുന്നത്. ഇന്ദ്രൻ പ്രസാദിച്ചാൽ മാത്രമേ ആവശ്യത്തിനുള്ള മഴയൊക്കെ കിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്ദ്രനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൂജയൊക്കെ ചെയ്യുന്നതെന്ന് നന്ദഗോപര് ഉണ്ണിക്കണ്ണന് പറഞ്ഞു കൊടുത്തു. ഇത് കേട്ട ഉണ്ണിക്കണ്ണൻ നന്ദഗോപരോട് ചോദിച്ചേ, നമ്മളൊക്കെ നല്ല നല്ല കർമ്മങ്ങളൊക്കെ ചെയ്താൽ പോലെ ദേവേന്ദ്രൻ ഇതിലെന്ത് കാര്യമുള്ളേ എന്ന് ചോദിച്ചു ഉണ്ണിക്കണ്ണൻ. ദേവേന്ദ്രനെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഉണ്ണിക്കണ്ണൻ അങ്ങനെ ചോദിച്ചത്. ഉണ്ണിക്കണ്ണൻ നന്ദഗോപരോട് ചോദിക്കുകയാണ്, നമുക്ക് വേണ്ടതെല്ലാം തരുന്നത് ഗോവർദ്ധന പർവ്വതം അല്ലേ? ഈ മഴമേഘങ്ങളൊക്കെ ഗോവർദ്ധന പർവ്വതത്തിൽ വന്നിങ്ങനെ തട്ടുമ്പോൾ ഈ ഗോവർദ്ധന പർവ്വതം അല്ലേ ആ മേഘങ്ങളെയൊക്കെ തടഞ്ഞു നിർത്തി നമുക്ക് ആവശ്യമുള്ള മഴയൊക്കെ പെയ്യ്ക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ പർവ്വതത്തിനെയല്ലേ പൂജിക്കേണ്ടേ അച്ഛാന്ന് ചോദിക്കും ഉണ്ണിക്കണ്ണൻ. ദേവേന്ദ്രനെ തന്നേക്കാൾ ശക്തനായിട്ട് ആരുമില്ല എന്നൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. ആ അഹങ്കാരം മാറ്റാൻ വേണ്ടിയാണ് ഉണ്ണിക്കണ്ണൻ ഇങ്ങനെയെല്ലാം ചെയ്തത്. ഉണ്ണിക്കണ്ണനെ പർവ്വതത്തെയാണ് ആദ്യം പൂജിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ നന്ദഗോപരും മറ്റുള്ളവരുമെല്ലാം അത് സമ്മതിച്ചു. അങ്ങനെ അവർ ഈ ഇന്ദ്രന് പൂജ ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന സാധനങ്ങളെല്ലാം എടുത്ത് പർവ്വതത്തിനെ പൂജിക്കാൻ തീരുമാനിച്ചു. അവർ ധാരാളം നിവേദ്യമെല്ലാം ഉണ്ടാക്കി പർവ്വതത്തിന് സമർപ്പിച്ചു. പിന്നെ പശുക്കൾക്കെല്ലാം ധാരാളം പുല്ലൊക്കെ കൊടുത്ത് പശുക്കളെയെല്ലാം നല്ല പോലെ അലങ്കരിച്ച് ഈ പശുക്കൂട്ടത്തെ നടത്തിക്കൊണ്ട് ഗോവർദ്ധന പർവ്വതത്തെ പ്രദക്ഷിണം വെച്ചു. ഉണ്ണിക്കണ്ണൻ ആ സമയത്തെ ഈ ഗോപന്മാർക്കെല്ലാം വിശ്വാസം വരാൻ വേണ്ടി വലിയൊരു രൂപമൊക്കെ എടുത്ത് ഞാൻ ഗോവർദ്ധന പർവ്വതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പർവ്വതത്തിന് സമർപ്പിച്ച നൈവേദ്യമെല്ലാം കഴിച്ചു. പർവ്വതം നേരിട്ട് വന്ന് ഈ പൂജിച്ച സാധനങ്ങളെല്ലാം ഈ നിവേദ്യമെല്ലാം കഴിച്ചപ്പോഴേ അപ്പോൾ ഗോകുലത്തിലുണ്ടായിരുന്നവർക്കൊക്കെ വലിയ വിശ്വാസമായി. അങ്ങനെ പൂജയൊക്കെ ചെയ്ത് എല്ലാവരും അമ്പാടിക്കണ്ണൻ്റെ ഒപ്പം തിരിച്ച് ഗോകുലത്തിലേക്ക് പോയി. ഇതൊക്കെ അറിഞ്ഞാൽ ദേവേന്ദ്രന് ദേഷ്യം വരുന്ന ഉണ്ണിക്കണ്ണൻ അറിയായിരുന്നു. ഉണ്ണിക്കണ്ണൻ വിചാരിച്ച പോലെ തന്നെ പൂജിക്കാതെ പർവ്വതത്തിനെ പൂജിച്ചു എന്നറിഞ്ഞ ദേവേന്ദ്രന് ദേഷ്യം വന്നു. ദേവേന്ദ്രൻ എന്ത് ചെയ്തുവെന്നോ, സംവർത്തകം എന്ന പേരുള്ള വളരെ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന മേഘങ്ങളോട് ഗോകുലത്തിൽ പോയിട്ട് കനത്ത മഴ പെയ്യിക്കാൻ ആജ്ഞാപിച്ചു. ഒരു മനുഷ്യനായ കൃഷ്ണന്റെ വാക്ക് കേട്ട് തന്നെ അപമാനിക്കാൻ ശ്രമിച്ച ഗോകുലത്തിലെ ആളുകളെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് ദേവേന്ദ്രൻ വിചാരിച്ചു. അപ്പോഴേക്കും ഗോകുലത്തിൽ അതികഠിനമായിട്ടുള്ള മഴ തുടങ്ങി. ഇടിമിന്നലും കൊടുങ്കാറ്റും ഒക്കെയായിട്ട് തുള്ളിക്കൊരു കുടന്ന പോലെ മഴ പെയ്യാൻ തുടങ്ങി. ഗോകുലത്തിൽ മുഴുവൻ വെള്ളപ്പൊക്കമായി. തണുത്ത് വിറച്ചും ഇടിമിന്നലും കൊടുങ്കാറ്റുമൊക്കെ കണ്ട് പേടിച്ചും ഗോകുലവാസികളെല്ലാം കൂടി ഉണ്ണിക്കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഞങ്ങളെ രക്ഷിക്കണേ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്നു. ഇന്ദ്രന് പൂജ ചെയ്യാത്തോണ്ട് ഇന്ദ്രൻ കോപിച്ചതാന്ന് അവർക്കൊക്കെ മനസ്സിലായി. അവരെല്ലാവരും വേഗം ഉണ്ണിക്കണ്ണൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഞങ്ങളെയും പശുക്കളെയൊക്കെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഉണ്ണിക്കണ്ണനോട് പറഞ്ഞു. ഉണ്ണിക്കണ്ണൻ വേഗം അവരോട് നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട, ഇന്ദ്രൻ്റെ അഹങ്കാരമെല്ലാം ഞാൻ ഇപ്പം തന്നെ അവസാനിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഉണ്ണിക്കണ്ണൻ. എന്താ ചെയ്തതെന്നോ,
ഗോവർദ്ധന പർവ്വതം ഒരൊറ്റ കൈകൊണ്ട് പിഴുതെടുത്ത് ഒരു കുട്ടി ഒരു കൂണെടുത്ത് പിടിക്കണ പോലെ അങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് ഗോകുലവാസികളോടൊക്കെ പറഞ്ഞു, പശുക്കളെയും എല്ലാം നിങ്ങളുടെ സാധനങ്ങളും ഒക്കെ കൊണ്ട് നിങ്ങൾ വേഗം ഈ പർവ്വതത്തിൻ്റെ അടിയിൽ വന്ന് നിന്നോളൂ, നിങ്ങൾക്ക് മഴയുടെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ഈ പർവ്വതം വീണു പോവുമെന്നൊന്നും പേടിക്കൊന്നും വേണ്ട. ഞാൻ നോക്കൂ, വളരെ നിസ്സാരമായിട്ടാണ് ഈ പർവ്വതം പൊക്കിപ്പിടിച്ചേക്കണേ, ഇതിനൊരു വെയിറ്റുമില്ല, നിങ്ങളൊന്നും ആരും പേടിക്കണ്ട പറഞ്ഞു. ഇന്ദ്രൻ 7 ദിവസം അതികഠിനമായിട്ടുള്ള പേമാരി പെയ്യിച്ചു. പക്ഷെ ഈ ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ ഈ ഗോവർദ്ധന പർവ്വതത്തെ ഒരു കുട പോലെ പിടിച്ചു നിന്നതുകൊണ്ട് അതിൻ്റെ താഴെ നിന്നിരുന്ന ഗോകുലവാസികൾക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. 7 ദിവസം കഴിഞ്ഞ് മഴയൊക്കെ നിന്നപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ആ പർവ്വതത്തെ വീണ്ടും അതുപോലെ തന്നെ തിരിച്ചവിടെ വെച്ചു. ഗോകുലവാസികൾക്കൊക്കെ വളരെ സന്തോഷമായിട്ടോ. അവരെല്ലാം ഭഗവാനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. ആകാശത്തുനിന്ന് ഭഗവാൻ എന്തൊക്കെയാ ചെയ്യണേന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നിരുന്ന ദേവന്മാരും ഗന്ധർവന്മാരും എല്ലാം ഭഗവാന്റെ മേല് പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ട് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. ഗോകുലത്തിലുള്ള ഗോകുലവാസികളെല്ലാം ഭഗവാന്റെ ഈ അസാധാരണമായിട്ടുള്ള പ്രവൃത്തിയെപ്പറ്റി പാടി പുകഴ്ത്താൻ തുടങ്ങി. ഇതൊക്കെ കണ്ട അഹങ്കാരമെല്ലാം നശിച്ച ഇന്ദ്രൻ തൻ്റെ പ്രവൃത്തിയിൽ ലജ്ജിച്ച് ഉണ്ണിക്കണ്ണൻ്റെ അടുത്തെത്തി മാപ്പ് ചോദിച്ചു. ഉണ്ണിക്കണ്ണൻ ദേവേന്ദ്രനോട് പറഞ്ഞു, ഐശ്വര്യം കൊണ്ട് മത്തുപിടിച്ച അങ്ങയുടെ അഹങ്കാരം ഇല്ലാതാക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു. ആ സമയത്ത് ബ്രഹ്മാവിൻ്റെ ആജ്ഞപ്രകാരം ഗോലോകത്തു നിന്ന് വന്ന കാമധേനു തൻ്റെ പാലുകൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്ത് ഗോക്കളുടെ ഇന്ദ്രൻ എന്നർത്ഥമുള്ള ഗോവിന്ദൻ എന്ന പേര് കൊടുത്ത് ഗോക്കളുടെ ഇന്ദ്രനായി വാഴിച്ചു. അങ്ങനെയാണ് അമ്പാടിക്കണ്ണന് ഗോവിന്ദൻ എന്നുള്ളൊരു പേര് കിട്ടിയത്. ഈ കഥമുത്തശ്ശിയുടെ കൊച്ചു കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായോ? ഇതുപോലെ മറ്റൊരു കഥയുമായിട്ട് കഥമുത്തശ്ശി വീണ്ടും വരാം.